ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, തിരുസഭയുടെ അമരക്കാരൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. വത്തിക്കാൻ സമയം ഇന്ന് പ്രഭാതത്തിൽ 7:35 ഇന്ത്യൻ സമയം 11:05 മാർപ്പാപ്പ ദിവംഗതനായത്. ഈശോ മിശിഹായുടെ പീഡാസഹനവും മരണവും തിരുവുത്ഥാനവും ഒക്കെ ആചരിച്ചു കഴിഞ്ഞ ധന്യമായ ഈ ദിനങ്ങളിലാണ് പരിശുദ്ധ പിതാവ് തൻ്റെ ഭൗമിക ദൗത്യം പൂർത്തിയാക്കി ദൈവമൊരുക്കിയ വലിയ കിരീടം സ്വീകരിക്കുവാൻ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നത്. എത്രയോ ഭാഗ്യപ്പെട്ട ഒരു ജീവിതമാണിത് എന്ന കാര്യം നമുക്ക് വ്യക്തമാകുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ ദർശനങ്ങളും ചിന്തകളുമെല്ലാം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ തിരുസഭയ്ക്ക് വലിയ ഉണർവേകിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. പാവങ്ങളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ഒപ്പം ചേർന്ന് നിൽക്കേണ്ട ഒരു സഭ പാവങ്ങളുടേതാണ് എന്നുള്ള ഉന്നതമായ കാഴ്ചപ്പാടുകൾ സഭയുടെ ഈ കഴിഞ്ഞ നാളുകളുടെ യാത്രയിൽ വലിയ പ്രചോദനം നൽകി എന്ന സത്യം നമുക്ക് അനുസ്മരിക്കാം. പാപ്പായുടെ ചിന്തകൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതായിരുന്നു. പാവങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ വിശ്വമാനവികതയുടെ വക്താവും സാന്നിധ്യവുമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. കത്തോലിക്കാ സഭയുടെ അമരക്കാരൻ എന്ന നിലയിൽ ഈ കാലഘട്ടത്തിൻ്റെ ചിന്തകളും സ്പന്ദനങ്ങളും എല്ലാം ഏറ്റുവാങ്ങി തിരുസഭയെ അതിൻ്റെ ശരിയായ ചൈതന്യത്തിൽ മുൻപോട്ട് നയിക്കുവാൻ പാപ്പായുടെ പ്രബോധനങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. പരിശുദ്ധ പിതാവ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വലിയ വേദന ഉളവാക്കുന്നതാണെങ്കിലും ഒരുപാട് കൃപയും അനുഗ്രഹവും പ്രചോദനവും തരുന്നതുമാണ്. നമുക്ക് ഫ്രാൻസിസ് പിതാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് വേണ്ടി ദൈവമൊരുക്കിയ സ്വർഗ സൗഭാഗ്യം എത്രയും വേഗം സ്വീകരിക്കുവാനുള്ള വലിയ അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ കഴിയണം. കുടുംബങ്ങളിലും പൊതുപ്രാർത്ഥനകളിലുമൊക്കെ മാർപ്പാപ്പായെ പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നിക്കാം. ദൈവം ഫ്രാൻസിസ് പാപ്പായ്ക്ക് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കട്ടെ.